അഡോപ്റ്റ് ചെയ്ത ദൈവത്തിന് സ്തോത്രം. Praise the Lord. There's a reality of the gospel. നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നു, ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ ചിന്തകൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്ന് മുതൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഞാൻ അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്ന് തൊടാൻ പോകുന്നത്. അടുത്ത ഒരു മണിക്കൂറിൽ അതിൻ്റെ ഒരു മുഖവുര നിങ്ങൾക്ക് ഞാൻ തരും. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ വിൽ ഗോ ടു ദ ഡീപ്പർ പാർട്ട്. അതിന്റെ ആഴങ്ങളിലേക്ക്, വളരെ വളരെ ആഴമായ ചിന്തകളിലേക്ക് ഒരുമിച്ച് പോവുകയാണ്. നിങ്ങൾ ഞാൻ ഒരുമിച്ചൊരു യാത്രയിലാണ്. ഹല്ലേലൂയ. സോ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ വിഷയത്തിന്റെ ആധാരമായിട്ടൊരു തിരുവെഴുത്ത് നാം വായിക്കുകയാണ്. 2 വാക്യങ്ങൾ വായിക്കണം. ഒന്ന് തിമോഥെയോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള തിരുവെഴുത്തുകൾ. വളരെ പരിചയമുള്ള ചില വാക്യങ്ങളാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കണം. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലും ചില വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ 16 വരെ. ബൈബിൾ കൊണ്ടുവന്നോ എല്ലാവരും? എവരിബഡി ഓക്കെ? റെഡി? നമുക്ക് ഒരുമിച്ച് വായിക്കാം. തിമോഥെയോസിന്റെ ലേഖനം 3-ന്റെ 16, 14 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് വായിച്ചു. ഉച്ചത്തിൽ ഒന്നും കൂടെ വായിച്ചു. 16-ാം വാക്യം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം, ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതിയിട്ട് പറയുകയാണ്, നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. നിന്റെ അടുത്ത് വരാൻ എനിക്ക് അതിയായ വാഞ്ചയുണ്ട്. നിന്റെ അടുത്തോട്ട് വരണം, നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയാൻ ഞാൻ ആശിക്കുകയാണ്. പക്ഷെ താമസിച്ചു പോയാലോ എന്ന് വെച്ച് ഞാന് ആ പറയാൻ ആഗ്രഹിച്ച വിഷയം ചുരുക്കമായി ചില വാക്യങ്ങളിൽ നിന്നോട് പറയുക. എന്താണ് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ദൈവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിനകത്ത് നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ കൂടുതൽ പറയുന്നില്ല, ഞാനൊരു പദം മാത്രം എടുക്കുക. അതിപ്രധാനമായ ഒരു കാര്യം നിന്നോട് പറയാൻ എന്റെ ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ട്. ഞാൻ വന്ന് നേരിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടു, പക്ഷെ എനിക്ക് വരുവാൻ താമസം നേരിട്ടാലോ എന്ന് വെച്ച് ഞാൻ കുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണ്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ശബ്ദമുയർത്തി എല്ലാവരോടും ചേർന്ന് പറ, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അവൻ എന്നാണ്, പക്ഷെ അതിന് ഇംഗ്ലീഷിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ്. ഇനി അടുത്ത ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വരണം. 1-ാമത്തെ അധ്യായം. അതിന്റെ നമുക്ക് എല്ലാവർക്കും ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അതിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉള്ളത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അത് അവൻ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് മനുഷ്യൻ വന്നു, യോഹന്നാൻ എന്ന പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്ര. ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്ത വാക്യം. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ശ്രദ്ധിക്കണം, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു.
ആദിയിൽ വചനം, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, അവൻ മുഖാന്തരം സകലമുള്ളതായി ഉളവായിരുന്നു, അവനെ കൂടാതെ എല്ലാം ഉളവായത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ പിടിച്ചടക്കിയില്ല. വലിയ വാക്യങ്ങളാണ്. താഴ്ത്തു വന്നിട്ട് പറയുകയാണ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന പ്രവാചകന്മാരോ പ്രവചന ശബ്ദമോ കാലാകാലങ്ങളിലായി ലോകത്ത് വന്നുകൊണ്ടിരുന്നു എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതു മനുഷ്യനെയും, അത് യഹൂദനെന്നും യമനെന്നും ജാതിയനെന്നും സ്വജാതിയെന്നും വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ട്രൂ ലൈറ്റ്. എവരിബഡി ഷൗട്ട് ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എത്ര വെളിച്ചമുണ്ടെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ട്രൂ ലൈറ്റ്. ഇപ്പൊ നിങ്ങളെ കാണുന്നത് ഞാൻ ഈ വെളിച്ചത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ വെളിച്ചം വന്നാൽ നിങ്ങളെ ഞാൻ കാണുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. രാമൻ ഉറക്കെ പറഞ്ഞു പറ്റും. ഞാനിപ്പോ നിങ്ങളെ കാണുന്ന ജഡത്തിൽ കാണുന്നു, നിങ്ങളിട്ടിരിക്കുന്ന വേഷത്തിൽ കാണുന്നു, നിങ്ങളുടെ മുഖം നോക്കി ഐഡന്റിഫൈ ചെയ്ത് കാണുന്നു. പക്ഷെ ആ ട്രൂ ലൈറ്റിൽ ഞാൻ നിങ്ങളെ കണ്ടാൽ തുടങ്ങിയാൽ നിങ്ങളായിരിക്കത്തില്ല എന്റെ മുമ്പിൽ വരാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ആത്മകണ്ണ് തുറന്ന് ദൈവം അത് കാണിക്കാൻ പോവാ നിങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് ഈ കണ്ണ് തുറന്ന് ഈ വെളിച്ചം അടിച്ചിട്ട് വിളിച്ചു പറയുന്നു, ഇനി മേലാൽ ഞങ്ങൾ ആരെയും ജഡത്തിൽ അറിയുന്നില്ല. കാരണം ഈ വെളിച്ചത്തിൽ ഞങ്ങൾ ജഡത്തെ അറിയുന്നു. ഇനി ഞങ്ങൾ അറിയാൻ പോകുന്നത് ഈ വെളിച്ചത്തിലല്ല, സത്യ വെളിച്ചത്തിൽ മുഴുവൻ ആളുകളെയും ഞങ്ങൾ അറിയാൻ പോകുകയാണ്, ഈവൻ യേശു ക്രിസ്തുവിനെ. എല്ലാവരും പറ ട്രൂ ലൈറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു ദൂത് പറയുക, ട്രൂ ലൈറ്റ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഈ ലൈറ്റിൽ കാണുമ്പോൾ കാണുന്നതല്ല ഒറിജിനൽ വെളിച്ചത്തിൽ കാണുന്നത്. ഈ വെളിച്ചത്തിൽ നിങ്ങൾ ജഡത്തിൽ കാണുന്നു, ആ വെളിച്ചത്തിൽ നിങ്ങൾ ആത്മാവിൽ കാണാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ കാണുമ്പോൾ, ഇങ്ങനെ കാണുമ്പോൾ, ആ ട്രൂ ലൈറ്റിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ട് വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. The true light exposed the new creation. The true light exposed what happened with Jesus Christ. യഥാർത്ഥ വെളിച്ചം യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് സംഭവിച്ചതിനെ വെളിപ്പെടുത്തുന്നു. ആമേൻ. സോ ട്രൂ ലൈറ്റ് ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അടുത്ത വാക്യം പറഞ്ഞു, അവൻ ലോകത്തിൽ വന്നുകൊണ്ടിരുന്നെന്ന് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഓ എല്ലാരും പറ, ലോകത്തിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയിരുന്നല്ല, the light was here. നിങ്ങൾക്കറിയുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുവന്ന 3 പ്രധാന വിഷയങ്ങളുണ്ട്, മറന്നു പോകരുത്. ആ 3 പ്രധാന വിഷയങ്ങൾ: the love manifested in the world as light, the light became the life. 3 എല്ലാം ഓർമ്മയുണ്ടോ? love, light and life. വായി തുറന്ന് പറ, സ്നേഹം, വെളിച്ചം, ജീവൻ. So the love manifested in the form of light, the light became the life of man. വെളിച്ചം മനുഷ്യരുടെ ജീവനായി മാറി. ഓക്കെ, ആ വെളിച്ചം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അടുത്തത്, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ ഒന്നുറക്കെ പറ, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിന് അവനെ അറിയാൻ പറ്റില്ല. അവന്റെ കൂടെ നടന്നിട്ടും അവർക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. സോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം, ആദ്യം ഞാൻ ആ ടൈറ്റിൽ ഒന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലനേഷനിലേക്ക് വരാൻ പോവാ. ഫ്രം ടുഡേ ഓൺവേഴ്സ്, അടുത്ത എത്ര ആഴ്ച പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ്സ് എ വാസ്റ്റ് റെവലേഷൻ ടു ദ ചർച്ച്. ആസ് എ ചർച്ച് വി ആർ സ്റ്റാർട്ടിങ്. എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, പുതിയ സഭയാണ്, തുടങ്ങിയതേ ഉള്ളൂ, അടിസ്ഥാനോപദേശം പഠിപ്പിക്കണം, എന്നാ പഠിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, അടിസ്ഥാനോപദേശമൊക്കെ ഞാൻ സെറ്റായിട്ട് കൈ തന്നേക്കാം, അത് പറഞ്ഞുകൊണ്ട് പോയാൽ ഇവിടെ അടിസ്ഥാനം ഇടാൻ തന്നെ സമയം കാണത്തുള്ളൂ. സോ അടിസ്ഥാനോപദേശത്തിന്റെ മൊത്തം മെസ്സേജ് ഓരോരുത്തർക്കും പാക്കായിട്ട് തന്നേക്കാം. സ്തോത്രം. അത് പറയാനുള്ള ടൈം നമ്മുടെ ഇടയില്ല. പിന്നെ വാട്ട് ഐ വാണ്ട് ടു ടോക്ക് ടു യു ലോർഡ്, ഇവരോട് ഞാൻ എന്താ പറയേണ്ട കർത്താവേ എന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നൽകിയ ചിന്ത, യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസത്തിന്റെ അടിത്തറയായ സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാ വിഷയം പ്രാപിക്കണം. ആമേൻ. അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ടൈമില്ല, അത് ദാഹിച്ച് വാങ്ങിച്ചോണം. ആമേൻ.
9 കൃപാവരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഓരോ മക്കളും അത് വാങ്ങിച്ചോണം, വാങ്ങി അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചോണം. പ്രാർത്ഥനാ ജീവിതത്തിൽ കെട്ടിപ്പടുത്തി എടുത്തോണം. അതിനുവേണ്ടി ഒരു ആഴ്ച കളയാനില്ല. ബൈബിൾ വായിക്കാൻ പറയാൻ ഒരാഴ്ച കളയാനില്ല. കാരണം ടൈം ഈസ് വെരി ഷോർട്ട്. എവിടെ പോയി? ഓരോരുത്തരുടെ സമയത്തിന്റെ ഷോർട്ടാ പറഞ്ഞത്. ആമേ. അല്ലാതെ അപ്പുറത്തെ സഭക്കാർ പറഞ്ഞ പോലെ യേശു വരാറായി എന്നുള്ള കഥയൊന്നുമല്ല. സ്തോത്രം. എന്റെ ചിന്ത അനുസരിച്ച് യേശു ഈ ഇടയ്ക്ക് ഒന്നും വരത്തില്ല. ആരും മിണ്ടുന്നില്ല. സന്തോഷത്തിലെങ്കിലും ഒരു അല്ലരിയോ വരുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കല്ലേ. കാരണം കർത്താവിന് പറ്റിയ ചർച്ച ആയിട്ടില്ല ഇതുവരെ. പല്ല് കിളുത്തിട്ട് വേണ്ട മണവാട്ടിയാകാനാ. അല്ലെങ്കിൽ ജീസസ് ഞെട്ടിപ്പോവും മണവാട്ടിയെ കണ്ട്. ആമേൻ. സോ ചർച്ച് ഷുഡ് കം ടു ദ ഗ്ലോറി. ആ ഗ്ലോറിയിൽ വരണം, മഹിമയിൽ വരണം. 100% നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മരണത്തെ പേടിക്കാത്ത ഒരു തലമുറ രംഗത്ത് വരും. ഇമ്മോർട്ടാലിറ്റിയെ സഭ തൊടാൻ പോവുക. അമർത്യതയെ സഭ തൊടാൻ പോവുക. ദൈവത്തിന്റെ നിത്യ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ആവശ്യം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും നിങ്ങൾക്ക് അമർത്യത ഉണ്ടാകേണ്ടതുമാണ്. ആമേൻ. The life and immortality is the result of the gospel. Amen. രോഗശാന്തിയും പാപമോചനവും മാത്രമല്ല സുവിശേഷത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. ജീവൻ ഉണ്ടാകേണ്ടതിനും അക്ഷയത ഉണ്ടാകേണ്ടതിനും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. സോ ഇന്നു മുതൽ ഞാൻ പോകാൻ പോകുന്ന വിഷയം ഇൻകാർനേഷൻ. മനസ്സിലായില്ല? അതുകൊണ്ട് ഒരു നല്ല ഒന്നും കിട്ടിയില്ല. നോ റെസ്പോൺസ്. ഇൻകാർനേഷൻ മീൻസ് മലയാളത്തിൽ എന്താ പറയുന്നത്? അവതാരം. ആമേ. ജഡാവതാരം. എല്ലാവരും പറ ജഡാവതാരം. അടുത്തിരിക്കുന്ന ആൾക്കൊരു അട്ടി കൊടുത്തിട്ട് പറ ജഡാവതാരം. പിടിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. പണ്ടെല്ലാം കൈ കൊടുത്തിട്ട് പറയാൻ, അതൊക്കെ വിട്ട. ഒരു നല്ല ഒരെണ്ണം ദേഷ്യത്തിന് കൊടുത്തേരാ. ആമേ. ജഡാവതാരം. ആമേ. ഭാര്യയും ഭർത്താക്കന്മാരും അടുത്തിരിക്കുമ്പോൾ സൂക്ഷിച്ചേക്കോ. വീട്ടിലെ ദേഷ്യം ഇവിടെ കാണിക്കരുത്. സോ അടുത്തിരിക്കുന്നവരെ പിടിച്ചിട്ട് ജഡാവതാരം അവർക്ക് പറയാം. സോ അതിന് എന്തെങ്കിലും ഇത്രയും പറയാനുണ്ടോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു നമ്മൾ അറിയേണ്ട കുറെ മിക്ക ട്രൂത്തിന്റെയും കണക്ഷൻ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഇൻകാർനേഷൻ. മോസ്റ്റ് ഓഫ് ദ ട്രൂത്ത് ആർ കണക്റ്റഡ് വിത്ത് ഇൻകാർനേഷൻ. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമ്പത്തിന്റെയും എല്ലാറ്റിന്റെയും വേരോടുന്നത് പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച അവന്റെ ജഡാവതാരത്തിലാണ്. സോ ഈ മെസ്സേജ് വി ആർ ഓൾവേസ് പ്രീച്ചിങ് ഇൻ ദ ക്രിസ്മസ് സീസൺ. ആമേൻ. ക്രിസ്മസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ യേശുവിനെ നമ്മൾ പിടിച്ച് ഒരു പുൽത്തൊട്ടി ഉണ്ടാക്കി, കുറച്ച് ആടിനെ മാടിനെ ബിംബം വാങ്ങി, ഒരു ചൊറിയുന്ന കച്ചി കുറെ വാങ്ങിച്ച് അതിന്റെ പുറത്തോട്ട് കൊണ്ടിട്ട്, ആമേൻ, പിന്നെ മഞ്ഞില്ലാത്ത സ്ഥലത്ത് കുറെ പഞ്ഞി വെച്ച് മഞ്ഞുണ്ടാക്കി, ആമേൻ, എന്താടാ ഇവിടെ നടന്നേന്നറിയാതെ ആഘോഷമാണ്. ക്രിസ്മസിന് പ്രസംഗിക്കേണ്ട മെസ്സേജ് അല്ല ഇൻകാർനേഷൻ എന്ന് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു. ഇൻകാർനേഷൻ എന്നത് സഭയുടെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ICF എന്ന നമ്മുടെ സമൂഹത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ ജഡാവതാരം. ഞങ്ങൾ മുമ്പായിരുന്ന പെന്റിക്കോസ്റ്റൽ സ്ട്രീമിൽ ചെന്നപ്പോ അവിടുത്തെ അടിസ്ഥാന ഉപദേശം മാനസാന്തരം, സ്നാനമുണ്ടോ? മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്. ആരും ഇതിനകത്തൊന്നും കേൾക്കില്ലേ? വെരി ഗുഡ്, താങ്ക് യു ലോർഡ്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, വേർപാട്, അപ്പം നുറുക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ യാചിച്ച് പ്രാർത്ഥിക്കുക. എത്ര ഉപദേശം? ഇതാണ് അടിസ്ഥാനം. സ്തോത്രം. ഇതാണ് അടിസ്ഥാനം. ഇത് നമ്മുടെ സഭയുടെ പെയിന്റിംഗ് ആണ്. സ്തോത്രം പറ. ഈ പറഞ്ഞ സാധനമൊക്കെ ബിൽഡിങ്ങിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്ന് മോടി വരുന്ന സംഭവങ്ങൾ ആരും മിണ്ടുന്നില്ല. ഈ 7 എണ്ണം ഒരു അടിത്തറയില്ലാത്തതാണ്. നാട്ടുകാർ മൊത്തം ഇത് കേട്ടോണ്ടിരുന്നോണം. മാനസാന്തരം is not the fundamental doctrine. Baptism is not the fundamental doctrine.
വാട്ടർ ബാപ്റ്റിസം. എന്നെ സൂക്ഷ്മമായി വളരെ ഗൗരവമായി കൊല്ലാനുള്ള വാശിയോടെ നോക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു വാക്യമായിരിക്കും. എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം നോക്കുകയാണ്. എന്നെ ഇങ്ങനെ എന്താടാ ഈ പറഞ്ഞു വരുന്ന, ഞങ്ങൾ ഇനി ഇങ്ങോട്ട് വരൂല. ആമേൻ. റീഡ് ഇറ്റ്. ഹീബ്രു ചാപ്റ്റർ 6 വേഴ്സ് 1. എന്താണ് അടിസ്ഥാന ഉപദേശം എവിടെയിട്ടുണ്ട് എന്ന് വെച്ചേ. അതുകൊണ്ട് ഞാനത് വായിക്കാം. 2 ആവർത്തനത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. എന്തൊരു മാനസാന്തരമാ? നമ്മൾ അവിടെ അപ്പോസ്തല പ്രവൃത്തി കണ്ട മാനസാന്തരം അല്ലത്. Repentance from the dead work. That is the first foundation of the fundamental doctrine of the church. Second, ദൈവത്തിങ്കലെ വിശ്വാസം. Faith of the Lord. ദൈവത്തെ കുറിച്ചുള്ള, താങ്ക് ഗോഡ്, നമുക്ക് വെളിപ്പാട് ദൈവം തന്നിട്ടുണ്ട്. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. കത്തോലിക്കരൊക്കെ ഇത് പറയാറില്ലേ? ഇല്ലേ? നിക്കിയ വിശ്വാസ പ്രമാണം എങ്ങനെ പറയുന്നത്? അവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഒന്ന് പറയാമോ? സർവശക്തനായ ഇവരെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. എഴുതി തരണേ. കൊള്ളാം. ഇതാണ് വിശ്വസിക്കേണ്ട, അല്ലാതെ ഇതല്ല. ഫൗണ്ടേഷൻ തന്നെ അവിടെ കിടക്കുക. അത് കത്തോലിക്കനെ അറിയത്തുള്ളൂ. നമുക്കെന്തറിയാം? നമുക്ക് ഡ്രം വെച്ച് ഫൗണ്ടേഷൻ ഇളക്കാൻ അറിയാം. കത്തോലിക്ക സഭ എന്ന വാക്കിൽ പിണങ്ങണ്ട. അത് യൂണിവേഴ്സൽ ചർച്ച് എന്ന അർത്ഥം. പിണങ്ങണ്ട. കാത്തലിക്, ഐ എം എ കാത്തലിക് ചർച്ച്. ഐ എം എ കാത്തലിക് ബിലീവർ. കാത്തലിക്സ് മീൻ യൂണിവേഴ്സൽ ചർച്ച്. കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ചർച്ച് ആണ്. നോ പ്രോബ്ലം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മേരി ജോസഫ് ചർച്ച്. Catholic Church is a universal church. I believe I am a part of the Catholic Church. കന്യാമറിയാമതി ജനിച്ചവനെ ഇപ്പൊ ഇവരിനി എന്നാ പറയുന്നു? ഞങ്ങൾ ഇനി അടുത്ത ആഴ്ച പോലെ എങ്ങോട്ടില്ല, ഇവിടില്ല. ജോൺ ലോറൻസ് ബ്രദർ എന്ത് പറഞ്ഞു? പുള്ളി കാരണം അറിയാം, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി പോകും. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് മലയാളം പ്രസംഗം നിർത്തി, ഇംഗ്ലീഷ് പ്രസംഗം നിർത്തി, അന്യഭാഷയിൽ പ്രസംഗിച്ചാൽ എങ്ങനായിരിക്കും? അന്യഭാഷയിലൊക്കെ പ്രസംഗിക്കുക ആർക്കും മനസ്സിലാകത്തില്ലല്ലോ, പ്രത്യേകിച്ച് അവർക്കൊട്ടും. ഇവിടുത്തെ അവരും വരുന്നില്ല കേട്ടോ. നമ്മളെല്ലാം ഒന്നാ. സ്തോത്രം. എബ്രായ ലേഖനത്തിനകത്ത് അടിസ്ഥാന ഉപദേശം പറയാം. ഞാൻ പെട്ടെന്ന് വായിച്ചു. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിന്റെ വിശ്വാസം, സ്നാനത്തെ കുറിച്ചല്ല, സ്നാനങ്ങളെ കുറിച്ചുള്ള ഒരുപാട് സ്നാനമുണ്ട്, അതിനെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനമിട. ദീസ് ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ക്രിസ്ത്യൻ ബിലീഫ്. ഓക്കെ, ഇതാണ് സഭയുടെ. അങ്ങനല്ലേ? എബ്രായ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം ജോൺ ലോറൻസിന്റെ മുഖത്തല്ല എഴുതിയേക്കുന്നത്, ബൈബിളിൽ തന്നെ, അവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അവിടെ എഴുതിയേക്കുന്നത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. That means these are the foundational doctrine of the church. ഈ 6 കാര്യങ്ങളെ കുറിച്ചുള്ള ഇതാണ് ഫൗണ്ടേഷൻ. ഇതിന്റെ സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ അടുത്തൊരു 6 12 എണ്ണത്തെ കുറിച്ചുള്ള പഠനം ഞാൻ CD ആയിട്ട് തരാം. കാരണം ഈ 12 എണ്ണം ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ 24 ആഴ്ച വരും, 6 മാസം വരും. അടിസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ചിലതിന്റെ അടിസ്ഥാനം ഇളകും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാതെ നിങ്ങൾക്ക് പാലും പഴവും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് തേനൊക്കെ ഒഴിച്ച് ഞായറാഴ്ച ഇങ്ങനെ നിങ്ങളെ ഊട്ടി വിടാം. ഹല്ലേലൂയ. സോ നമ്മൾ അറിയണം, ICF ചർച്ച് അല്ലെങ്കിൽ നാം നിൽക്കുന്ന ഈ സമൂഹത്തിനകത്ത് നാം അറിയേണ്ട അടിസ്ഥാനപരമായ സത്യങ്ങളിലൊന്നാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം. ശബ്ദമുയർത്തി എല്ലാവരും ഉറക്കെ പറഞ്ഞ് ജഡാവതാരം. അതായത് ത്രിയേക ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു എന്ന പേരിൽ, യേശു എന്ന പേരിൽ ദൈവത്തിന്റെ നിത്യപുത്രൻ ഇവിടെ വന്നിട്ട് പുത്രനായതല്ല. കഴിഞ്ഞ കാല നിത്യത മുതൽ, പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ, ആരംഭം മുതൽ ദൈവത്തോട് കൂടെ ഇരുന്ന പുത്രൻ,
മനുഷ്യാവതാരം എടുത്തു വന്നതാണ് സഭ വിശ്വസിക്കുകയും പിന്തുടരുകയും മുന്നേറുകയും ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന അടിസ്ഥാന സത്യങ്ങളിലൊന്ന്. ഹല്ലേലൂയ. സോ ഇൻകാർണേഷൻ എന്നതിന്റെ ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതിനുള്ള ടൈമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ ഖോറായ സത്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകും. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ജീസസ് ക്രൈസ്റ്റ് കെയിം ടു ദ വേൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അവന് ലോകത്തിലേക്ക് കടന്നു വന്നു. ക്രിസ്മസിൽ അവൻ ഭൂജാതനായി, കന്യക മറിയമിൽ ജനിച്ചു, ബേത്ലഹേമിൽ അവൻ പിറന്നു. ആട്ടിടയന്മാർ അവനെ വാഴ്ത്തി സ്തുതിച്ചു, വിദ്വാൻമാർ വന്നവനെ പോറ്റി സ്തുതിച്ചു. These all things happened there. We know the Christmas story well, but this is not the story. This is a universal impact. സകല കോസ്മോസിനെയും സ്പർശിച്ച അല്ലെങ്കിൽ സകല സൃഷ്ടിജാലങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്ത ദൈവത്തിന്റെ ഇടപെടലുകളിൽ ഒന്നായിരുന്നു അവന്റെ മനുഷ്യാവതാരം. അവൻ വന്നപ്പോഴേ സൃഷ്ടിജാലങ്ങളുമായുള്ള ഒരു പുതിയ ബന്ധം ആരംഭിച്ചു. ആമേൻ. ക്രൂശിൽ മരിച്ചിട്ടില്ല, ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല, രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല. മനുഷ്യനായി ഭൂമിയിൽ പിറന്നപ്പോഴേ ദൈവത്തിന്റെ ഇടപെടൽ മുമ്പുള്ളതിനേക്കാൾ പ്രത്യക്ഷമായി ജഡപ്രകാരമായി വെളിപ്പെടാൻ തുടങ്ങി. ഒരു കാര്യം വ്യക്തമാണ്, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളും ഞാനും യേശുവിനെ അറിഞ്ഞവരും അറിയാത്തവരും എന്ന രണ്ട് മക്കളെ ഇന്ന് ദൈവത്തിന് ഭൂമിയിലുള്ളൂ. ആമേൻ. ദൈവത്തിന് എത്ര മക്കളുണ്ട്? ചില പറയും മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. ആമേൻ. അതാരാ പ്രിയ മക്കൾ? സ്നാനപ്പെട്ടവർ. ആമേൻ. അതെന്താ അങ്ങനെ പറഞ്ഞത്? യേശു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോഴല്ലേ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചു, ഇവൻ എന്റെ സ്തോത്രമൊക്കെ പോയി. അപ്പൊ നമ്മുടെ ആളുകൾ പഠിപ്പിച്ചു വെച്ചേക്കുന്ന നോക്കണം, യേശു ക്രിസ്തു അന്ന് വരെ പിതാവിന്റെ ഏത് പുത്രനല്ല, അന്ന് വരെ യേശുവിന്റെ വെറും പുത്രൻ. മുങ്ങിക്കേറിയപ്പോൾ യേശുവിന്റെ. അപ്പൊ ഇത് എന്തിനാണെന്നറിയാമോ? പണം കണ്ട ഇത് എന്തിനാണെന്നറിയാമോ? എങ്ങനെയാലും കുറെ എണ്ണത്തെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അപ്പൊ ജോൺ ബ്രദർ സ്നാനം അടുത്ത മാസം നടക്കുന്നുണ്ട്, ഫോം ഫില്ലപ്പ് ചെയ്തേക്കണം. നമ്മൾ കുറച്ച് ആളുകളെ സ്നാനപ്പെടുത്താൻ വേണ്ടി എന്ത് വെച്ചേക്ക. അങ്ങനെ മക്കളൊക്കെ ഇഷ്ടം പോലുണ്ട്. പ്രിയ മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ വിശ്വസിക്കുന്നു മിശിഹാതമ്പുരാൻ നസ്രയത്തിലെ തച്ചപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോ, തച്ചപ്പണി അറിയാലോ, മേശയും കസേരയും ആചാരിപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഉടയവൻ ആ യേശുവിനെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. പറയുന്നില്ലല്ലോ. സ്നാനപ്പെടുമ്പോഴും കൈയടിക്കുമ്പോഴും സ്തോത്രം പറയുമ്പോഴും മാത്രം കേൾക്കുന്ന ശബ്ദമല്ല ഇത്. നീ ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ ചെവിയിൽ മുഴങ്ങേണ്ട ശബ്ദമായതാണ്. എനിക്ക് തോന്നുന്നു 20-30 വയസ്സ് വരെ മിശിഹായുടെ ചെവിയിൽ 1000 പ്രാവശ്യം ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. Praise the Lord. അവന്റെ സഹോദരന്മാർ അവനെ തിരിച്ചറിയാതിരുന്നപ്പോൾ, അവന്റെ കുടുംബക്കാർ അവനെ പരിഹസിച്ചപ്പോൾ, നാട്ടുകാർ അവനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോഴൊക്കെ ഉടയവൻ അവന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നു, യു ആർ മൈ ബിലവഡ് സൺ. നിങ്ങൾക്കറിയാമോ, കസേര ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സകല മോഡൽ കസേര ഉണ്ടായി വരും. യേശുക്രിസ്തുവിനെ പോലെ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഭൂമിയിൽ ആരും ഉണ്ടോ? പീറ്റർ അതുകൊണ്ടാണ് യേശുവിന്റെ കൂടെ കൂടിയത്. ഒരൊറ്റ വാക്ക് വീശറാന്ന് പറഞ്ഞു, ഒറ്റ വീശ് 2 ബോട്ട് നിറച്ച്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ കിട്ടിയ നമ്മുടെ ബിസിനസ് ഇന്റർനാഷണൽ ഫിഷ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് കമ്പനിയാണ്. യേശുക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ എനിക്കറിയാം പീറ്ററിന് നിശ്ചയമായിട്ട് എന്ത് കിട്ടും? ഫിഷിന്റെ കിടന്ന് രാത്രി പോലെ കിടന്ന് കോര് വേണ്ട. മിശിഹായെ കൊണ്ടുപോകണം, കടലിൽ കൊണ്ടുപോകണം, വലത്തോ ഇടത്തോ മുമ്പോ പുറകോ ഒന്ന് പറയണം, ഒറ്റ വാക്ക് വീശണം. ജീസസ് ക്രൈസ്റ്റ് അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ആളാ. പക്ഷെ യേശു 30 വർഷം തച്ചനാ ജോലി ചെയ്തു. ഒരു സ്തോത്രം ഒന്നും ഉറക്കം പറഞ്ഞില്ല. അടുക്കള കിടന്ന് കഷ്ടപ്പെടത്തില്ലേ? ഓരോരുത്തര് വയലിൽ കിടന്ന് ജോലി ചെയ്യത്തില്ലേ? പറമ്പി കിടന്ന് ജോലി ചെയ്യത്തില്ലേ? Praise the Lord.
ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇവിടെ അപ്പൊ വയലിൽ ജോലി ചെയ്യാറുണ്ട്. അപ്പൊ ചിലരുടെ ധാരണ എന്താ ശ്രദ്ധിച്ചേ, ഓഫീസിൽ ജോലി ചെയ്യുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവര് ജോൺ ലോറൻസ് മാസ്റ്ററിന്റെ കൂട്ടൊക്കെ മിനിസ്ട്രിക്ക് അങ്ങ് വന്ന അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ഗ്ലോറിയില്ല, നമുക്കൊക്കെ സമയമില്ല, നമ്മളൊക്കെ കിടന്ന് എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ടുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിടത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, വേറൊരാള് ഓഫീസിൽ കിടന്ന് പൊടി അടിച്ചോണ്ടിരിക്കുന്നത്, വേറൊരു അടുക്കള കിടന്ന് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെന്തോ ഒരു കഷ്ടമാണ് കർത്താവേ, അതെന്തോ അതൊക്കെ എന്തോ ഗ്ലോറി. രണ്ട് ചെയ്യുമോ, നീ ബിരിയാണി ചിരണ്ടുന്ന പോലൊക്കെ തന്നെ അയ്യാ ഇവിടെ ഉപദേശിച്ച് ചിരണ്ടുന്നതാമേ. നീ ഒന്നും അടി പിടിക്കാതിരിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 10 പേർക്ക് വേണ്ടിയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്, ഞാൻ നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. രണ്ടും വർക്കും സെയിം. അതുകൊണ്ടാണ് മിശിക 30 years തച്ചപ്പണി ചെയ്തിട്ട് ദശാംശം മിനിസ്ട്രി ചെയ്തോളൂ. ആരും മിണ്ടുന്നില്ല. നിന്റെ ആയുസ് 100 ആണെങ്കിൽ 90 വർഷം ജോലി ചെയ്യുക, 10 വർഷം വേല ചെയ്യുക. നമ്മളെ 90 വർഷം വേല ചെയ്യും, 10 വർഷം വേല വെക്കും. ആമേൻ പറ. ലാസ്റ്റ് 10 വർഷം. പക്ഷെ ജീസസ് വാസ് നോട്ട്. ഞാൻ ജീസസ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുക. ഓരോ മേശ ഉണ്ടാക്കുമ്പോൾ അപ്പം പറഞ്ഞാണ് വെരി ഗുഡ് മൈ സൺ. നിങ്ങൾ ചിന്തിച്ചോളെ, നമുക്ക് മേശ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല, ഇത് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്റെ മകൻ, പ്രപഞ്ച സൃഷ്ടിതാവിന്റെ മകൻ വിയർത്ത് കയ്യിനുളി പിടിച്ച് കസേരയും മേശയും വീടും കഥകും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ദൈവം പറഞ്ഞു, എന്റെ മോൻ തന്നാണ് നീ ചെയ്യുന്ന പ്രവൃത്തി അല്ല നിന്നെ ഉയർത്തുന്നത്, നീ ആരുടെ മകനാണ് എന്നതാണ് നിന്നെ ഉയർത്തുന്നത്. ഈ ഭൂമിയിൽ മാന്യതയില്ലാത്ത ഒരു ജോലിയില്ല. സ്തോത്രം ഉറക്കെ പറ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. എന്തിനാ വീട്ടിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് പാത്രം പറക്കുന്നവന്റെ ജോലിയും അങ്ങ് IT കമ്പനിയിൽ മാസം 10 ലക്ഷം വാങ്ങുന്നവന്റെ ജോലിയും ആ ഇൻകാർണേഷന്റെ ബേസിൽ ഈക്വൽ ആണ്. ഈക്വൽ. 30 വർഷം വേല ചെയ്തു, 3 വർഷം മിനിസ്ട്രി ഇറങ്ങിയ ശേഷം പിന്നെ കട്ടിലുണ്ടാക്കാൻ പോയില്ല. സ്തോത്രം. നമ്മുടെ പ്രശ്നം അതാണ്. ആമേൻ പറഞ്ഞു. മിനിസ്ട്രിക്ക് ഇറങ്ങിയിട്ട് പറയും നമുക്ക് ഇനിയും 2 മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോ കയ്യിൽ എന്തില്ല, പുത്തനില്ല. അന്നേരം കാണാം പത്രോസ് പറഞ്ഞു ടാക്സ് കൊടുക്കാൻ പോലും കാശില്ല. യേശു എന്താ പറഞ്ഞു? ഉളി എടുക്കാൻ പറഞ്ഞു, ചൂണ്ട എടുക്കാൻ പറഞ്ഞു. നമ്മുടെ ആളെ എന്ത് പറയും? എടുക്ക് സാമി ഉളി, വെട്ട് സാമി തടി. ജീസസ് ക്രൈസ്റ്റ് ചെയ്ത് ജീസസ് പറഞ്ഞിട്ട് ഞാൻ ഉളി എടുത്തു. Now I'm living under the provision of God. നീ അധ്വാനിച്ചാലും ജീവിക്കാം, നിന്റെ അപ്പൻ കരുതിയാലും ജീവിക്കാം. അധ്വാനിക്കുമ്പോഴും കരുതുന്നത് ദൈവം തന്നെയാണ്. ഒരാമേൻ പറഞ്ഞു ചേർന്നൊരു ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവർ ആരോടുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, ഡു ഇറ്റ്, ഡു ഇറ്റ്. ഹല്ലേലൂയ. നമ്മുടെ ആളുകൾ ഒരുപാട് പേര് മടിയന്മാരായത്, പണകാരിക്കാൻ പറയാം, മടിയന്മാരായത് എന്താണെന്നറിയോ? നനയാത്ത നാഴികയിൽ ആര് വരും? മനുഷ്യപുത്രൻ എപ്പ വേണമെങ്കിലും വരാം. ഇനിയിപ്പോ നമ്മൾ എന്തിനി? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെറുക്കനോട് ചോദിച്ചു പറഞ്ഞു, തോമസ് മാമൻ പറഞ്ഞത് യേശു ഇപ്പം വാതൊക്കെ വന്നേക്ക്, ഇനിയിപ്പം കൂടുതലൊന്നും സമയമൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ഞാൻ പഠിത്തം ഒന്ന് SSLCക്ക് തോറ്റിട്ട് നിൽക്കുക. അവൻ പറഞ്ഞിട്ടോ യേശു വരുന്നത് കൊണ്ട് ഞാൻ പഠിത്തം നിർത്തിയത്. നാമേ പാട്ടുണ്ട്, കാന്തൻ വാര. ഞാൻ പണകാരിക്ക് ഒരു കാര്യം പറയാം, ഈ തലമുറയിലും ഇതിന്റെ തലമുറയിലും കർത്താവ് വരത്തില്ല. പ്രത്യാശയൊക്കെ പോയി. അപ്പൊ പാസ്റ്റർ നമ്മളൊന്നും പറയരുത്, വരുന്നു വരുന്നു ഇങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാലേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഒരുങ്ങത്തുള്ളെന്ന്.
ചിലര് കേൾക്കുന്നത് കർത്താവ് രഹസ്യത്തിൽ വരുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മള് വിശ്വസ്തയോടിരിക്കാൻ വേണ്ടിയാ. ആമേ. പരസ്യത്തിൽ വന്ന നമ്മൾ ആ സമയം വന്ന് ഒരുങ്ങുവന്ന്. ആമേ. നീ കല്യാണം നിശ്ചയം ചെയ്തിരിക്കുന്ന നിന്റെ പെണ്ണ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, നീ രഹസ്യത്തിൽ പോയി കല്യാണം നടത്തേണ്ട അവസ്ഥയിലാണെങ്കിൽ, സ്തോത്രം, നിനയാത്ത നാഴിക വീട്ടിൽ ചെന്നാലേ പെണ്ണിനെ കാണൂ, അല്ലെങ്കിൽ അവള് വേറെ എവിടെ ഉണ്ടാകും. ഡു യു തിങ്ക് ദാറ്റ് ജീസസ് അങ്ങനെ ഒരു മണവാട്ടി ഒരുക്കൊണ്ടിരിക്കും? അവിടെ പഠിപ്പിച്ചു സീക്രട്ടായിട്ട് ഇങ്ങോട്ട് വരും. നിങ്ങൾ എന്തോ ചെയ്തോണം? സീക്രട്ടായിട്ട് വരുന്നോണ്ട് നമ്മള് എപ്പോ വരുന്നെന്ന് അറിയത്തില്ല. ആമേ. ഇടിമുഴക്കം കേൾക്കുമ്പോൾ എന്തോ തോന്നുന്നത്? കർത്താവ് താൻ ദുബായിൽ പോയി ഒരിക്കൽ ഞാൻ കിടന്നുറങ്ങിയ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തൊരു മുസ്ലിം സഹോദരന്മാരുടെ ഈ പള്ളിയാണ്. ഉൾപ്പങ്കാലത്ത് ഒരു വല്ലാത്ത ഇവിടുത്തെ വിളി പോലൊന്നുമല്ല, ഒറിജിനൽ വിളിയാ. ആമേ. 4 മണിക്ക് അങ്ങോട്ട് ഉറങ്ങാൻ കിടന്നത്, അങ്ങോട്ട് കിടന്നപ്പോ പോലെ ഒരു ശബ്ദം കേട്ടു, വാറ്റ വിളി. എന്റെ അമ്മോ, ചാടി അങ്ങ് എഴുന്നേറ്റ് യേശു. എനിക്കിങ്ങനെ പൊങ്ങണമെന്നുണ്ട്, കാരണം പൊങ്ങാൻ പറ്റുന്നില്ല. ആര് വന്നതാ? താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? യേശുനാഥം വരും, നമ്മൾ രൂപാന്തരപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഇത് നമ്മുടെ പ്രത്യാശയാണ്. നാം അതിനായി കാത്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ അവന്റെ മഹാരാജ്യത്തെ ഇവിടെ സ്ഥാപിക്കുന്നതാണ്. പറയണം, അവന് വേണ്ടി മാത്രം അവന്റെ രാജ്യം പണിയുന്നതാണ് ജോലി. ഡിസംബർ മാസം 24 കല്യാണം. ഇപ്പോഴേ ഒരുങ്ങിയിരിക്കണം പെണ്ണ്. 24 കല്യാണത്തിന് വേണ്ടി ഇപ്പോഴേ ഉടുപ്പിട്ടേക്കാം. തല മുല്ലപ്പൂ ഒക്കെ ചൂടി, ഉടുപ്പൊക്കെ ഇട്ട്, മൂക്കുത്തിയൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അനങ്ങാതിരിക്കുക. എന്നാ കല്യാണം? അപ്പൊ പറയുന്നത് എന്തേ വാടിയ മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊണ്ടിരിക്കുന്ന ആമേ. അല്ല, കാന്തം വരാൻ തുടങ്ങി പറഞ്ഞ അന്നും ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. ഉണ്ണുന്നുമില്ല, ഉടിക്കുന്നുമില്ല, അയൽക്കാരുടെ സ്നേഹവും ഇല്ല, നാട്ടുകാർക്ക് യാതൊരു ബന്ധവും ഇല്ല. വെള്ള ഉടുപ്പിട്ടുടങ്ങിയിരിക്കുക. കാന്തം വരാറാ, ഞാൻ പോകാറായത്. പിള്ളേര് പഠിക്കുന്ന പോലും ഇല്ല. ഇപ്പൊ എന്തുവാ? ഞാൻ സത്യത്തിൽ പറഞ്ഞ 10ാം ക്ലാസ്സിൽ തോറ്റ ചെക്കനോട് ഞാൻ സംസാരിച്ച് പറഞ്ഞു, യേശു എന്തായാലും വരാൻ പോവാ സ്തോത്രം. ഞാൻ പഠിച്ചിട്ടും വലിയ കാര്യമില്ല. ചുമ്മാ അതിനകത്തുള്ള ഫിസിക്സിന്റെ ഡെറിവേഷനും മാത്തമാറ്റിക്സിന്റെ സ്റ്റെപ്പെല്ലാം പറയുമ്പോൾ കർത്താവ് വന്നു പോകും. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അങ്ങനല്ല, പഠിക്കണം. നീ വലിയ ആളാകണം, വലിയ ജോലിക്കാരനാകണം, മഹിമയ്ക്കായി, യേശുവിന്റെ മഹിമയ്ക്കായി ജീവിക്കണം. നമ്മുടെ പ്രത്യാശ പറന്നങ്ങോട്ട് പോകുന്നല്ല. നമ്മുടെ പ്രത്യാശ ആ മഹാജീവൻ നമ്മിൽ വന്ന് നാം രൂപാന്തരപ്പെടുമെന്നതാണ് പ്രത്യാശ. സന്തോഷമുള്ള സഹോദരൻ പറഞ്ഞു, നല്ലൊരു I'm not neglecting the second coming of Jesus. I believe in the second coming of Jesus. We believe that Christ is going to come back. We are going to be transformed. Amen. Hallelujah. പക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിന്റെ രാജ്യം വരണം. ആമേൻ. യേശു തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിങ്ങനെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ, വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം. സ്തോത്രം, സ്തോത്രം. ചില പറയുന്നുണ്ട് അങ്ങനൊന്നുമല്ല, കൂടാരമായ നമ്മുടെ, ആ വാക്യൊക്കെ വായിച്ചിട്ടില്ലേ, കൂടാരമായ നമ്മുടെ ഭൗമഭവനം. ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്കൊന്ന് എന്നെ കുത്താൻ വേണ്ടി വാക്യത്തെ ചിന്തിക്കുന്ന ചിന്തയാന്ന് തോന്നുന്നു ഓരോരുത്തരുടെ മുഖത്താണ്. 2 കൊരിന്ത്യർ വാക്യം ഒന്ന് വായിച്ചു, ചിലരുടെ ടെൻഷൻ അങ്ങ് മാറി കിട്ടാൻ വേണ്ടി ഒന്ന് വായിച്ചു. ഇതൊക്കെ നമുക്ക് എൻ ടൈമിനെ കുറിച്ച് പഠനം നടത്താൻ പോവാം. എന്തായാലും പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലം വരുന്നതിന് മുമ്പ് അന്ത്യകാലത്തെ കുറിച്ച് പഠിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5 വായിച്ച്, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യം വായിച്ച്.
അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയാം. മതി മതി മതി. ഇത് ഈ ഒറ്റ വാക്യം വെച്ചിട്ട് നമ്മുടെ ചിന്ത എന്തുവാ? പറ. ഈ ഒറ്റ വാക്യം വെച്ച് നമ്മുടെ ചിന്ത എന്തുവാ? കൂടാരമാകുന്ന അത്രയ്ക്കും ചിന്ത പോലും ഇല്ലേ? ഈ കാണുന്ന ഭൗമഭവനമൊക്കെ അടിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം നമുക്ക് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. അത്രേ വായിക്കത്തുള്ളൂ. ബാക്കി വായിച്ചിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. അടുത്ത വാക്യം വായിച്ചേ. ഇത് ഏത് കൂടാരത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നേ? ഈ വീടും കൂടുമല്ല, നമ്മുടെ ഈ ഭൗമിക ശരീരം. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഭൗമിക ശരീരം, ഭൗമിക ശരീരം എന്ത് ചെയ്യാൻ പോവാ? ഭൗമിക ശരീരത്തിൽ, ഭൗമിക കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായി തന്നെ എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം. ഇനി ഒരു മിനിറ്റ്. മേളി ഒരു കൂടാരം ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമെന്നല്ല പറഞ്ഞത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമ ശരീരം, ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. എന്നിട്ട് പറയുന്നു, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ട് തന്നെ ഇരിക്കുന്നു എങ്കിൽ ആ സ്വർഗീയമായ പാർപ്പിടം ഏതിനു മീതെ? എന്റെ കൂടെ വാ. ഇതിന്റെ പുറത്ത് ഈ ശരീരത്തിന്റെ മീതെ ധരിക്കാൻ. നമ്മുടെ ചിന്ത എന്താ? സാധാരണ കർത്താവ് വന്നാൽ എങ്ങോട്ട് പോകണമെന്നാ? പറന്ന് ഒരു വീട് അവിടെ ഒരുക്കിട്ടുണ്ട്, അങ്ങോട്ട് പോകണമെന്നാ. പക്ഷെ സത്യത്തിൽ എന്ത് എഴുതിയേക്കുന്നേ? കമ്പ്യൂട്ടറിനകത്ത് ആരെങ്കിലും ഒരു റൈറ്റ് ക്ലിക്ക് ഓർക്കടാ പിള്ളേരെ കൊടുത്തോ, ഡിലീറ്റ് ചെയ്യല്ല സ്വന്തം. അല്ലെങ്കിൽ ആ കൺട്രോൾ പാനലിൽ ചെന്നിട്ട് മൊത്തം അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യും. തല കയറി ഇരിക്കുക. മോളിൽ പോയി അവിടെ താമസിക്കാൻ നല്ല എഴുതിയേക്കുന്നേ. കൂടാരമായ ഭൗമയമാൻ ഏതാ? ഈ ശരീരം. ഈ ശരീരത്തിന്റെ മീതെ സ്വർഗീയ കൂടാരം ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന നിന്റെയും എന്റെയും പ്രത്യാശ എന്തെന്നറിയാമോ? ഈ നശിച്ചു പോകുന്ന ശരീരത്തിന്റെ മീതെ ഒരു അമർത്യമായ ശരീരം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ആ പുത്രത്വത്തിന്റെ ശരീരം ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായി കെട്ടെ ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റഡ് ബോഡിക്കകത്തിരുന്നോണ്ട് ഞങ്ങൾ ഞരങ്ങുകയാണ് ഒരു അൺലിമിറ്റഡ് വസ്ത്രത്തെ ധരിക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ ഹോപ്പ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം തീയതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു വരിക. ഞാൻ അതിന്റെ വിഷയം അതല്ല, പക്ഷെ നമുക്കത് പിന്നെ ചിന്തിക്കാൻ അവസരം ഉണ്ടാവട്ടെ. ഇൻകാർണേഷന്റെ ബേസിക് പറയാൻ തുടങ്ങിയത്. ഓക്കെ, യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എവിടെ വെച്ച് പറഞ്ഞു? സ്നാനത്തിൽ വെച്ചു. അതിനു മുമ്പ് വരെ പ്രിയപുത്രൻ അല്ലായിരുന്നു? ആയിരുന്നു. സ്തോത്രം. 30 വർഷം എന്തുവാ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? 30 years യേശുവും പിതാവും തമ്മിൽ എന്തായിരിക്കും കോൺവെർസന്റ് ചെയ്തത്? യേശുവും പിതാവും തമ്മിൽ കൊഞ്ചി താലോലിച്ച് വാത്സല്യം കാണിച്ച് തന്റെ മകനെ പിതാവ് ഭൂമിയിലാക്കി. ഫാദർ ഗോഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിതാവിനെ അറിഞ്ഞ ആള് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ അത്രയും നമ്മൾ ആരും ഒരു അംശം പോലും അറിഞ്ഞിട്ടില്ല. പിതാവിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞ ഒറ്റയാളേ ഉള്ളൂ, യേശു മാത്രം. യേശു പറഞ്ഞു, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാത്തവനും പിതാവിനെ അറിയാൻ കഴിയത്തില്ല. ആർക്ക് പിതാവിനെ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവന് മാത്രമേ പിതാവിനെ അറിയാൻ പറ്റത്തുള്ളൂ. So Jesus revealed Father to us. Okay. Jesus, he manifested in the flesh.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അവിടെ മാത്രം നിൽക്കാൻ പോകും. ഇനി നിങ്ങളെ അടുത്ത വാക്യം വായിക്കണം. യോഹന്നാൻ സുവിശേഷത്തിലെ വാക്യം നോക്കിയേ. ജഡത്തിൽ വെളിപ്പെട്ടു എന്നിട്ട് പറയുന്നു, സത്യ വെളിച്ച ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ മുഖാന്തരം ലോകമുളവായി. ലോകത്തിൽ അവൻ ഉണ്ടായിരുന്നു, പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. എല്ലാവരും പറയണം, സ്വന്തത്തിലേക്ക് വന്നു. എല്ലാവരും ചോദിച്ചേ, സ്വന്തത്തിലേക്ക്. എന്തോ ഈ സ്വന്തത്തിലേക്ക് വന്നു പറഞ്ഞ? സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരുടെ ഇടയിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ ആരായി? സ്വന്തമായവര് യഹൂദന്മാരുടെ അടുക്കേക്ക് വന്നു. അവരുടെ ഇടയിലേക്ക് യേശു വരികയാണ്. വേദപുസ്തകം പറഞ്ഞു, സ്വന്തമായവരോ അവനെ. അതിന് അങ്ങനെ ഒരു മാത്രം മീനിങ് നിർത്തണ്ട. സ്വന്തം എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തമായതിലേക്ക് തന്നെ വന്നു. അവന്റെ സ്വന്തക്കാര് യഹൂദം മാത്രമല്ല, അവന്റെ കുലത്തിൽ പിറന്ന സകല മാനവരാശിയും അവന്റെ സ്വന്തക്കാർ. നല്ല രാമയം കേൾക്കണം. യഹൂദന്മാര് മാത്രമല്ല യേശുവിന്റെ സ്വന്തക്കാർ. ജഡപ്രകാരം യഹൂദനാ സ്വന്തം, പക്ഷേ ഇമേജിൽ നമ്മളെല്ലാം അവന്റെ സ്വന്തം. അടുത്ത വാക്യം നോക്കിയേ. അടുത്ത നല്ലൊരു വാക്യമാണ്. അടുത്ത വാക്യം അവനെ കൈക്കൊണ്ട്. എല്ലാവരും ചേർന്ന് വായിക്കണം. അവനെ കൈക്കൊണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവന്റെ നാമത്തിൽ ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. എല്ലാവരും ഉറക്കെ പറ. ആ വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. അവനെ കൈക്കൊണ്ട്. കാണാതെ പറയേണ്ട വാക്യമല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. എന്ത് വാക്കത്? കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകത്തില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ. അതെന്തോന്ന്? ഈ മക്കളാകാൻ അധികാരം കൊടുക്കൂ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കേലും എന്റെ മകനാകാൻ അധികാരം കൊടുത്താൽ അധികം മകനാകൂ? സ്തോത്രം. എന്നെ കൈക്കൊണ്ട് ഞാൻ ഇവനോട് അധികാരം കൊടുക്കും, ഇവൻ എന്റെ മോനാകൂ? എന്തിനേലും ഒന്ന് തലയാട്ട്. നമ്മൾ വഴക്കുണ്ടാക്കുമല്ലോ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോ ചിലർ പാകിസ്ഥാൻകാരെ പോലെ എന്നെ നോക്കണം. എന്താടാ ഞങ്ങളുടെ അതിർത്തി മാന്താൻ വന്നയാളാ? സ്വന്തമായവരോ അവരെ കൈക്കൊണ്ട്. അവനെ കൈക്കൊണ്ട്. എല്ലാവരും പറയാം കൈക്കൊണ്ട്. ഞാൻ എക്സ്പ്ലനേഷൻ തരാം. കൈക്കൊണ്ടു എന്ന വാക്കെടുത്ത ലംബാനോ. എന്തോ ആനോ? ലംബാനോ. കുറെ എല്ലാവരും കേൾക്കുന്നു. എന്തോ ആൻ? ലംബാനോ. ലംബാനോ. അവനെ കൈക്കൊണ്ട്. ലംബാനോ. ലംബാനോ എന്ന വാക്കിന്റെ പ്ലെയിൻ മീനിങ് റിസീവ്. റിസീവ്, സ്വീകരിക്കുക. എന്നാൽ അതിന് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കോംപ്രിഹെൻഡ് ഇറ്റ്, ഗ്രാസ്പ് ഇറ്റ്. വേറൊരു മീനിങ് ഉള്ളത് ടു ഐഡന്റിഫൈ വിത്ത്. ഞാൻ ഈ പറഞ്ഞത് ഇച്ചിരി ശ്രമകരമാണ് മനസ്സിലാക്കാൻ, പക്ഷെ മനസ്സിലാക്കിയാൽ ഇതൊരു മൈൻഡ് ബ്ലോയിങ് ആണ്. ആമേൻ. മൈൻഡ് ബ്ലോയിങ് ആണ്. മൈൻഡ് ബ്ലോയിങ് ആണ്. അവനെ കൈക്കൊണ്ട്. ലംബാനോ. ലംബാനോ എന്ന വാക്കിന്റെ ഒരു മീനിങ് ഐഡന്റിഫൈ വിത്ത്. അവരോട് താതാത്മ്യപ്പെട്ടു. ഐഡന്റിഫൈ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? When Jesus came to the world, മനുഷ്യരാശിക്ക് എന്താണ് ചെയ്യേണ്ടത്? They have to identify with him. അവര് അവനോട് തങ്ങളെ താതാത്മ്യപ്പെടുത്തണമായിരുന്നു. Why? How can I identify with Jesus? മൂന്നാമത്തെ വാക്യം സകലതും അവൻ മുഖാന്തരമുളവായി. That means he is the creator of all. He is the creator of you. You are created in the image and likeness of God. ഒന്നുകൂടെ പറഞ്ഞാൽ Christ is your Genesis. ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവാണ് നിന്റെ ഉൽപ്പത്തി. നീ വന്നത് അവിടെ നിന്നാണ്. നിന്റെ സൃഷ്ടിയുടെ മോഡൽ അവനാണ്.
നിന്റെ ഒറിജിനൽ ഇമേജ് അവനാണ്. കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം. ഈ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ മനസ്സിലാകും. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും പറഞ്ഞു. എന്റെ കൂടെ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വായിച്ചിട്ടില്ലേ? യേശുക്രിസ്തു മുഖാന്തരം വന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, വന്നു എന്നല്ല, ലഭിച്ചു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. The law was given by Moses. Grace and truth came by Jesus Christ. Grace and truth. Law എന്താ പറയുന്നത്? Come on, listen to me. Law എന്താ പറയുന്നത്? What law says? ന്യായപ്രമാണത്തിന് എന്താ സംസാരിക്കാനുള്ളത്? What is the voice of the law? ന്യായപ്രമാണത്തിന് നിങ്ങളോടും എന്നോടും സംസാരിക്കാനുള്ളത്. ന്യായപ്രമാണത്തിന് സഭ എന്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ന്യായപ്രമാണത്തിന് ആരുടെ കാര്യം പറയുന്നേ? നമ്മള് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നുമാണ് ന്യായപ്രമാണം. പക്ഷെ ഗ്രേസ് ആൻഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ഗ്രേസ് ആൻഡ് വാട്ട് ഇസ് ട്രൂത്ത്? Grace is the reality of God. ദൈവത്തിന്റെ തനതായ സ്വഭാവത്തിന്റെ വിശേഷണമാണ്. Praise the Lord. കൃപ എന്ന് പറഞ്ഞ പദം ഒറ്റ വാക്കി നിൽക്കുന്നില്ല. കൃപയുടെ പുറകിൽ സ്നേഹമുണ്ട്, സ്നേഹത്തിന്റെ പുറകിൽ മനസ്സലിവുണ്ട്, മനസ്സലിവിന്റെ പുറകിൽ കരുണയുണ്ട്. ഗോഡിന്റെ ആട്രിബ്യൂട്ട്സിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് ഗ്രേസ്. ഓ, മനസ്സിലായോ? ആമേൻ പറ. സ്നേഹം പ്രവൃത്തി പദത്തിലേക്ക് വന്നപ്പോ കൃപയായി. അകത്തിരുന്ന സ്നേഹം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ അത് കൃപയായി. That is grace is the manifestation of the loving God. What is truth? കഴിഞ്ഞ ദിവസം നമ്മുടെ ജിനുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതാ, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഏത് പ്രസംഗവും വീണ്ടും അതുപോലെ പ്രസംഗിക്കാൻ ഒരു പ്രശ്നമില്ല. ദൈവം ആരാന്നറിയുന്നതാണ് കൃപ വെളിപ്പെട്ടത്. നാം ആരാന്ന് പറയുന്നതാണ് ട്രൂത്ത്. ന്യായപ്രമാണത്തിൽ നാം എന്ത് ചെയ്യണമെന്നേ പറയത്തുള്ളൂ. പുതിയ നിയമം വന്നപ്പോ നിന്റെ ദൈവം ആരാന്നും പറഞ്ഞു, നീ ആരാന്നും പറഞ്ഞു. നിന്റെ ദൈവം ആരാന്ന് നീ അറിയും തോറും നീ ആരാന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം ഉറക്കെ പറഞ്ഞു. മനസ്സിലാകുന്നു? ഉടയവനെ അറിയും തോറും നിന്റെ ഇമേജ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവന്റെ ശോഭ വരും തോറും നിന്റെ ശോഭ കൂടിക്കൊണ്ടിരിക്കും. അവൻ വെളിപ്പെടും തോറും നീ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ക്രൈസ് എവിടെ റിവീൽ ആവുന്നോ അവിടെ ട്രൂത്തും റിവീൽ ആവും. Grace is the manifestation of God. Truth is the manifestation of you. അടുത്തിരിക്കുന്ന ആളിനോടൊന്ന് പറഞ്ഞ, കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ളതും സത്യം എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ചുള്ളതും. എന്ത് ട്രൂത്താണ്? അതുകൊണ്ടാ ജീസസ് പറഞ്ഞേ, സത്യം അറിയുകയും സത്യം നിങ്ങളെ. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരാന്ന് നിങ്ങൾ അറിയുന്നതിന്റെ അന്ന് നിങ്ങൾ സ്വതന്ത്രരാകുന്നു. അത്രേ ഉള്ളൂ. സാത്താന്റെ ഏറ്റവും വലിയ ജോലി നീ ആരാന്ന് പറയൂല. പകരം എന്ത് പറയും? അവനാരാന്ന് പറയും. സാത്താന്റെ ജോലി എപ്പോഴും ആ പുള്ളി ഞാൻ ആരാന്നറിയുമോ? ബന്ധനം വിട്ട് പോരിട്ട് പോരാട്ടം വിട്ട് തകർത്ത് വെല്ലുവിളിച്ച് മുമ്പോട്ട് വിടില്ല, മുമ്പോട്ട് വിടുത്ത് വാദിച്ച് നിന്നെ തകർത്ത് ചവിട്ടി കൂട്ടിക്കളൂറി. ചവിട്ടി കൂട്ടാൻ എന്തോ ചൂളയാണോ? ഇട്ടിക ചൂള ചവിട്ടി. സാത്താൻ അവനെ ഉയർത്തും. സാത്താനെ ഉയർത്തുമ്പോ നീ താന്നു പോകും. ദേവാദി ദൈവത്തിന്റെ പ്രശ്നം അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തും. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നീ ആരാന്ന് നിനക്ക് ബോധ്യമാകും. എന്തുകൊണ്ട് ബോധ്യമാകും? ആ മുഖം നീ കാണുമ്പോ മനസ്സിലാകും, ഈ മുഖമല്ല എന്റെ ജനസിസ്.
ദൈവത്തിന്റെ ഇമേജും ദൈവത്തിന്റെ ലൈക്നെസ്സും വെളിപ്പെട്ടു വരുമ്പോഴേ നീ ആരാന്ന് നിനക്ക് ബോധ്യമാകും. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്താൽ മതി. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സാദൃശ്യം തിരിച്ചറിയുന്ന നിമിഷം നീ ആരാണ് നിനക്ക് ബോധ്യമാകും. Grace is the revelation of God. Truth is the revelation of man. ഇത് രണ്ടും കൂടെ നിറഞ്ഞ ആരിൽ വന്നു? Come on. യേശു ക്രിസ്തുവിൽ വന്നു. യേശു ക്രിസ്തുവിന് അടുക്ക പോയാൽ ദൈവം ആരാന്ന് മനസ്സിലാകും. യേശു ക്രിസ്തുവിന് അടുത്ത് പോയാൽ മനുഷ്യൻ ആരാന്ന് മനസ്സിലാകും. യഥാർത്ഥ ദൈവത്തെ അറിയണമെങ്കിൽ യേശുവിന്റെ അടുക്ക പോകണം. യഥാർത്ഥ മനുഷ്യനെ അറിയണമെങ്കിലും ദൈവത്തിന്റെ യേശുവിന്റെ അടുക്ക പോകണം. He is the perfect man. He is the perfect God. Wow. Hallelujah. ഏതൻ തോട്ടത്തിൽ വെച്ച് ഇമേജ് പോയി മനുഷ്യന്റെ. കാരണം തിന്നാൽ ആരെ പോലാകുമെന്ന് പറഞ്ഞ് തിന്നേണ്ടെന്നുള്ളതും കൂടെ പോയി. അന്ന് മുതൽ മനുഷ്യൻ ആരാന്ന് മനുഷ്യന് പോലും അറിയില്ല. മനുഷ്യൻ ആരാന്ന് മനുഷ്യന് പോലും അറിയില്ല. എന്തുകൊണ്ട്? തെളിവ്. എവിടെ ചിമ്പാൻസിയെ കണ്ടാലും മനുഷ്യൻ പറയും നമ്മുടെ അപ്പൂപ്പനാ. സയൻസ് ലോകം കണ്ടിട്ടില്ല. എവിടെ വാല് മുറിച്ച കൊരങ്ങനെ കണ്ട പറയും നമ്മുടെ പൂർവികൻ എന്തോ ഇരിക്കുന്നത്. ഏതെങ്കിലും മങ്കി നമ്മളെ കണ്ടു പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ മോഡേണാണ്? കുറ്റാലത്തെക്കാളെ എത്ര കൊരകം, ഏതെങ്കിലും ഒരു കൊരങ്ങൻ വാടാ നമ്മുടെ മോഡേൺ വേർഷൻ എന്ന് പറഞ്ഞു. ഏതൊന്നും മനസ്സിലാകുന്നില്ലേ? കൊരങ്ങന്റെ നമ്മുടെ പൂർവികൻ കൊരങ്ങനാണെങ്കിൽ കൊരങ്ങന്റെ മോഡേൺ വേർഷൻ അല്ലേ നമ്മൾ? സത്യത്തിൽ നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് ബഹുമാനിക്കേണ്ടത് ആരാ? ഫിയറ്റ് കാറിന്റെ അടുക്കൽ BMW നിൽക്കുന്ന പോലെ. അയ്യോ ഇതുപോലൊരു ജാതിയുണ്ടോ? ഇങ്ങോട്ട് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യനിപ്പം കൊരങ്ങനെ കണ്ടിട്ട് പറയുന്ന അതാര്? നമ്മുടെ ഏതോ കാലഘട്ടത്തിനു മുമ്പേ കൊരങ്ങനുണ്ടായിരുന്നു. കൊരങ്ങന്റെ കാല് വാല് മുറിഞ്ഞു, കാല് നിവർന്നു, ആമേ കൈയെല്ലാം കൂടി ഇങ്ങനെയായി. എടാ മണ്ട ഇങ്ങോട്ടാ, നിനക്ക് ഈ ബോധം നഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് മനസ്സിലായി. ഏതം നടത്തിയ പഴം തിന്നേന്റെ അന്ന് മുതൽ പോയതാ. നീ ആരാണ് ബോധം നിനക്ക് നഷ്ടമായി. നീ മൃഗത്തോട് നിന്നെ താതാത്മ്യം ചെയ്യാൻ തുടങ്ങി. അത്രയും പോട്ടെ, മൃഗത്തോട് മനുഷ്യൻ പൂർവികൻ അത് പറഞ്ഞില്ല. അവന്റെ ദൈവത്തെ അവൻ ആരാക്കി. വെരി ഗ്രേറ്റ് ഗോഡ്, ലയൺ ഗോഡ്. ആമേൻ. പ്രപഞ്ചത്തിന്റെ കീഴിൽ തങ്ങളാരാന്ന ബോധം നഷ്ടപ്പെട്ട ഒറ്റ ജീവിയേ ഉള്ളൂ. അത് മനുഷ്യജീവി. ആന ഇന്ന് വരെ താൻ പണ്ടൊരു കുതിരയായിരുന്നെന്നും കാലക്കാറ്റ് പരിണാമം കാരണം എനിക്ക് തുമ്പിക്കയ്ക്ക് നീണ്ടെന്നും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഒരാനെ. അയ്യോ, വാല് മുറിഞ്ഞുണ്ടായ ചിമ്പാൻസി അല്ലടാ ചക്കരെ നീ എന്ന് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ നിന്റെ രൂപമെടുത്ത് അവൻ ഇറങ്ങി വന്നത്. ആ മഹാദൈവം ആ രൂപം മനുഷ്യരൂപം എടുത്തു വന്ന് നിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഞാനാണ് ഒറിജിനൽ. മനസ്സിലായോ? This is the authentic design of humanity. Somebody shout hallelujah. അടുത്ത ചോദ്യം, നീ ആരാന്നറിയണല്ലോ ആരെടുത്ത് നോക്കണം? നീ ആരാന്ന് അറിയണമെങ്കിൽ നീ എന്നോട് ചോദിക്ക. അപ്പൊ ഞാൻ ആരാന്ന് നിന്നോട് പറയാമെന്ന് പണ്ട് ഏതോ പറഞ്ഞിട്ടുണ്ടാമേ. ആരാ പുള്ളിയുടെ പേര്? പപ്പു. അറ്റ്ലീസ്റ്റ് പപ്പുവിന്റെ തീരെയെങ്കിലും പഠിക്കടാ പപ്പു. നീ ആരാന്ന് അറിയത്തില്ല, നീ എന്നോട് ചോദിക്ക. അപ്പൊ നീ ആരാന്ന് ഞാൻ നിന്നോട് പറയാം. അങ്ങനല്ലേ? അതുമല്ലേ? നീ മാർപ്പാപ്പയായിട്ട് പറയത്തില്ല. സോ ലിസൺ ടു മീ. നീ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല, നീ ആരോട് ചോദിക്കാൻ പറഞ്ഞേക്ക? യേശുവിനോട് ചോദിച്ചില്ല, പപ്പുവിനോടല്ല. ആമേൻ. ഇപ്പൊ ക്രൈസ്റ്റ് ഈസ് ദ ഒറിജിനൽ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വര ഇങ്ങനെ വരച്ചു വെച്ചേക്ക, അത് നേരല്ലെന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? ഇപ്പൊ ഞാൻ ബട്ടൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഈ ബട്ടൺസ് ഊരി ഇവിടെ ഇട്ടല്ല അവസ്ഥ എന്താ? ബട്ടൺസ് കയറത്തില്ലേ? കയറും. പക്ഷെ എവിടെ ഒരു എത്ര ശ്രമിച്ചിട്ട് രക്തം കൂടാ ഷട്ടാറാന്നൊന്നും പറഞ്ഞിട്ടുണ്ട്, ഷർട്ട് ശരിയാവുന്നില്ല.
ഒറിജിനൽ എന്താന്ന് മനസ്സിലായ നീ ആരെന്ന് മനസ്സിലാവും. സ്വതന്ത്രമൊക്കെ പോയല്ലേ, കാണുന്നതിനെല്ലാം ഒരുമാതിരി കൃകരാതി ഇറിറ്റേറ്റഡ് നേച്ചർ, ഒരുമാതിരി ദുഷ്ട സ്വഭാവം. എന്നിട്ട് നീ പറയാ ഞാൻ അങ്ങനാ, ഞാൻ ജനിച്ചപ്പോ മുതലേ കുറെ കൂടെ പുറകെ പോയാൽ നിന്റെ പൂർവികൻ ആരായിരിക്കും? മച്ചു, ചിമ്പു അല്ലേ? ഹലോ, ലിസൺ ടു മീ. എല്ലാരും കേട്ടോണം, സന്തോഷ വാർത്ത പറയാം. നിന്നിൽ എന്തെങ്കിലും ഒരു വൈകൃത സ്വഭാവം നീ കാണുന്നെങ്കിൽ നീ ഒറിജിനലിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വിഷയായ കറക്റ്റ് ആയിട്ട് കണ്ടാ പറയും ഇത് ഒറിജിനൽ ഡിസൈൻ അല്ല അയ്യാ. ഞങ്ങളുടെ ചെറുക്കന്മാർക്ക് ഞാൻ നല്ല ഒന്നാന്തര ഒരു കാറ്, നല്ല കാശുള്ള വില കൊടുത്തൊരു കാറ് ദുബായിൽ നിന്ന് വാങ്ങിച്ചു. അതുകൊണ്ടൊന്ന് പ്ലഗിൽ കൊണ്ട് കൊടുത്ത് ചാർജ് ചെയ്ത് റിമോട്ടിൽ ഓടിക്കാം. അതിനൊന്നും സമയമില്ല. ഒറ്റ അവന് കാറ് പാഞ്ഞ് എന്റെ അകത്തൂടെ ഇങ്ങനെ കൊള്ളിമീൻ പോവാ. അയ്യോടാ ഇത് പോയടാ. കാരണം ഇങ്ങനെ വലിച്ചു വിടാനുള്ള സൂത്രം അല്ലിത്. കാശ് കൊടുത്ത് വാങ്ങിച്ചവർക്ക് അതിനെ അറിയാം അല്ലേ? ഹെവൻലി ഡിസൈനിൽ ജീവിക്കുന്ന നിന്റെ നാവിൽ കൂടെ ആവശ്യമില്ലാത്ത വാക്ക് വരുമ്പോ, ഒരുമാതിരി ഇറിറ്റേറ്റ് സ്വഭാവം വരുമ്പോ, ഒറിജിനൽ ഡിസൈൻ പറയും ഇത് ഒറിജിനൽ ഡിസൈൻ അല്ലത്, ഫംഗ്ഷൻ തെറ്റിപ്പോയി. സ്തോത്രം പറഞ്ഞു. അപ്പൊ അവനും പറയുന്നുണ്ട്, ഇവനും പറയുന്നുണ്ട്, അപ്പുറത്തവനും പറയുന്നുണ്ട്, ഇപ്പുറത്തവനും. യെസ് സർ, പക്ഷെ ഒറിജിനലിനെ കണ്ടാൽ മാത്രമേ നിനക്കും ഇതിനോട് ഐഡന്റിഫൈഡ് ആകാൻ പറ്റത്തുള്ളൂ. അവനെ കൈക്കൊള്ളുന്ന വാക്കിന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്തുവായി അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞ? What is the meaning of receiving? ഞാൻ വിചാരിച്ചെന്നറിയുമോ? ജീസസ് കം ടു മൈ ഹാർട്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ തുറന്നു കൊടുത്ത് ജീസസ് എൻ്റർ ചെയ്തു. അതുവരെ ജീസസ് വെളിയിരിക്കാറ്, ഞാനിങ്ങനെ തുറന്നിട്ട് ഞാനും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് കൈക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴുങ്ങാന്നല്ല. When Jesus comes, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു this is my true identity. I identify myself with that person. Oh my God. ദേവാദി ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി എന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ എന്നോട് പറഞ്ഞു, കണ്ടോ ഇതാ നിന്റെ രൂപം, ഇവൻ പ്രവർത്തിക്കുന്ന രീതിയാ നീ പ്രവർത്തിക്കേണ്ടത്, ഇവൻ ജീവിക്കേണ്ടത് പോലെ നീ ജീവിക്കേണ്ടത്, ഇവനാണ് നിന്റെ മുമ്പിലെ ഒറിജിനൽ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ അവതാരം കൊണ്ട് മനസ്സിലാകേണ്ട ട്രൂത്ത് പറയാം. ട്രൂ ഐഡന്റിറ്റി. അടുത്തിരിക്കുന്ന ആളിന്റെ കയ്യെ പിടിച്ച് പറ, ട്രൂ ഐഡന്റിറ്റി ക്രൈസ്റ്റ് ആണ്. ഓ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷം വായിക്കണം. വായിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഇതാണ് എന്റെ ഒറിജിനൽ ഡിസൈൻ. പ്രതിസന്ധി വരുമ്പോ ഇരുന്ന് കരയുന്നതല്ല ആ ഡിസൈൻ, അതിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഡിസൈൻ. കാറ്റും കോളും വരുമ്പോ അലമുറയിടുന്ന ഡിസൈൻ അല്ല, എഴുന്നേറ്റതിനെ ശാന്തമാക്കുന്ന ഡിസൈൻ. പാപത്തിന്റെ പ്രലോഭനങ്ങൾ അടുത്തു വരുമ്പോൾ ആത്മാവിൽ അതിനെ ക്ഷയിക്കുന്ന ഡിസൈൻ. ശൂന്യതയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഡിസൈൻ അല്ല, അതിനെ നിറയ്ക്കുന്ന ഡിസൈൻ. വാക്കുകൾ കൊണ്ട് സാഹചര്യങ്ങളെ മാറ്റുന്നു. വിഷയ പറഞ്ഞു ഇതാ നിന്റെ ഡിസൈൻ. മനസ്സിലാക്കണം, ഇങ്ങനെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവ് രോഗിയെ സൗഖ്യമാക്കിയത് കാണുമ്പോൾ നീ പറയണം, ഇതുപോലെ ചെയ്യാനാണ് എന്നെ സൃഷ്ടിച്ചത്. യു ആർ നോട്ട് ട്രൈങ് ടു ബി ലൈക്ക് ജീസസ്, ലെറ്റ് ജീസസ് ലിവ്സ് ഇൻ യു. യേശു നിന്നെ ജീവിക്കുന്നതല്ലാതെ നീ അവനെ പോലെ ആകാനുള്ള ശ്രമമല്ല, യേശു എന്നിൽ ജീവിക്കുകയാണ്. So Christ is the true identity. ഹല്ലേലൂയ. ഉറക്കെ പറ. മനസ്സിലാകുന്നുണ്ടോ? നീ വാ മക്കളെ, നീ വാ മോനെ, നീ എന്റെ പ്രിയപുത്രനല്ലേ. എവിടെ ഇൻകാർണേഷൻ, അങ്ങനെ നേരെ നിൽക്കണം. ഇൻകാർണേഷൻ ജഡാവതാരോ യേശു ക്രിസ്തുവിന്റെ. ഇതാണ് ജഡാവതാരം. ഞാനൊരുമാതിരി വേറൊരു ജയിക്കുന്നത്, എനിക്ക് ഇയാളെ കണ്ടപ്പെടാം. ട്രൂ ഐഡന്റിഫൈ വിത്ത് ഹിം. കേട്ടോ,
നീ മാറിക്കോ, ഒന്ന് ചലിച്ചോ, കൈയൊക്കെ ഒന്ന് പൊക്കിക്കോ. എന്റെ ഐഡന്റിറ്റി മൊത്തം പോവാമേ. What he is doing is changing me. അപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്നിട്ട് വിളിക്കുക ഫാദർ. അപ്പൊ ഞാന് അന്ന് വരെ വിളിച്ച് ദൈവമേ ദൈവമേ കാത്തരുളിയിടണേ, കാരുണ്യം എന്നോട് കാട്ടിയിടണേ, ആമേൻ ഭഗവാനേ എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോ ഇവിടെ ആളോ വന്നിട്ട് ഫാദർ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? ഇയാള് വന്നിട്ട് ദൈവത്തെ നോക്കി ഫാദർ എന്ന് വിളിക്കുന്നത്. ഞാൻ എന്തോ ഈശ്വരാ ആനേ ഈശോയേ ദൈവമേ നിലവിളിച്ചോണ്ടിരിക്കുക. ഇയാൾ വന്നിട്ട് ഫാദർ. ഞാൻ ഐഡന്റിഫൈ വിത്ത് എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ഐ റിസീവ് ഹിം? എനിക്ക് ഇയാളെ എങ്ങനെ കൈക്കൊള്ളാൻ പറ്റും? ഞാൻ ഈ ഭഗവാൻ വിളി അങ്ങ് നിർത്തിയിട്ട് ഈ പുള്ളിയെ പോലെ അപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അവർക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? ഈ ആളെ ഇങ്ങനെ വിട്ടത് നീ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാനാ. കാരണം കഴിഞ്ഞ നാളുകളിൽ വീഴ്ച മുഖാന്തരം നീ ആരാന്ന ബോധം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നിന്റെ സ്വരൂപം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നിന്റെ അധികാരം നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നീ ആരാന്ന് പോലും മറന്നിരിക്കുന്ന മാനവകുലത്തിന് ഓർമ്മ വരുത്താൻ മനുഷ്യാവതാരമെടുത്തു എന്റെ യേശു. ഒന്ന് ഈ ഒരൊറ്റ സത്യം നിന്റെ അകത്ത് നിന്ന് കത്തണം. നിന്റെ പ്രതിസന്ധി അവസാനിക്കാൻ പോവുക. കാരണം എങ്ങനാ ഈ ആളതിനെ കണ്ടത്? Praise the Lord. ഇയാള് നേരെ പള്ളിയിലോട്ട് ചെന്നു. ആമേൻ. പള്ളിക്കാർ പറഞ്ഞു വേണ്ട വേണ്ട പോടാ, സ്തോത്രം. യേശു തിരിഞ്ഞു നിന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും അങ്ങനെ പറഞ്ഞു. പറഞ്ഞോ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്, പോടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവരുടെ ഇടയിലൂടെ പോയി കളഞ്ഞു. ഒരു കയ്പുമില്ല. കണ്ടുപിടിക്കണം. നിന്നെ ആരെങ്കിലും വേണമെന്ന് വെച്ചാ അവിടെ നിർത്തി നീ എന്നെ വേണമെന്ന് പറയടാ എന്ന് പറയിപ്പിക്കണ്ട. പോ അടുത്ത അടുത്തു. ഇതാ ഡിസൈൻ. സ്തോത്രം പറ. എന്റെ അർത്ഥം നിന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഒപ്പോസ് ചെയ്യാനല്ല. നിന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് vulnerability. That means able to be wounded. മുറിവേൽപ്പിക്കപ്പെടാൻ തക്ക നിലയിൽ. നോ എസ്കേപ്പിസം. തല്ലിയ ഇങ്ങനെ മാറിപ്പോകരുത്. അങ്ങനെ നമ്മളങ്ങനെ പോകും. യേശു ക്രിസ്തുവിന്റെ മുഖത്തെ രോമം വലിച്ചു പറിക്കാൻ വന്നു. യേശു മാജിക്കാൽ അത് ഇല്ലാതാക്കി കളഞ്ഞു. എല്ലാവരും ഒന്നും മിണ്ടാതെ യേശു ക്രിസ്തുവിനെ എവിടെ കൊണ്ട് നിർത്തിയെന്ന ദേവാലയത്തിന്റെ അങ്ങനെ പോട്ടെ, പട്ടണത്തിൽ നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് പാറയുടെ പുറത്തുകൊണ്ട് നിർത്തിയെന്ന്. എന്നിട്ട് തള്ളിയിടാൻ ജീസസ് അവിടെ നിന്നിട്ട് ശാസിക്കുന്നു, ഭത്സിക്കുന്നു. നീ ആരാന്ന് നമ്മളാന്ന് പറയും. നീ ആരോടാ കളിക്കുന്നത് നിനക്ക് പറയാറില്ലേ? ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ടോ? ഞായറാഴ്ച രാവിലെ പോയി വലിച്ചു കീറി അന്യഭാഷ പറഞ്ഞു. ആമേ കണ്ടിട്ടുണ്ടോ? ഇരുന്ന് നിരങ്ങി അത് കീറി തമ്പേരെ 3-4 നിരത്തി വെച്ചേക്ക മൊത്തത്തിനും തോല് പൊട്ടി. എന്നാലും ആരെയും എതിർത്താൽ ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്ന് കണ്ടിതരാടാ. സ്തോത്രം. പിറ്റേ ദിവസം ഒരു ഉപവാസം, വെള്ളം കുടിക്കത്തില്ല, പച്ചവെള്ളം കുടിക്കുന്നു. ദൈവമേ നീ ജീവിക്കുന്ന തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ മണ്ട തീ വീഴാതെ ദൈവം ജീവിച്ചിരിക്കണം. വിരോധ സുവിശേഷം പ്രസംഗിക്കുക. അതാണ്ട് ഒറിജിനൽ ഡിസൈൻ വന്നിട്ട് പറഞ്ഞു തെള്ളിയിട്ടെങ്കിലും തിരിച്ചൊന്നും പറയാതെ പോയെന്ന്. നമ്മുടെ സഹോദരനെ പിടിച്ച് ദുരുപദേശനാക്കിയില്ലേ? കുറെ പേട്ട് പിള്ളേരുടെ കൂട്ടായിപ്പോ. എനിക്ക് അതാ സങ്കടമായിപ്പോയി. അവ എന്തോ ചെയ്തു? അവന് പ്രസംഗിക്കാൻ പോലും എന്റെ ചെറുക്കൻ അറിയില്ല. നീ എന്ത് ഉപദേശമാണോ പ്രസംഗിച്ചത്? അവ ആരുടെ അഡ്രസ്സും പേരും ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. vulnerable, that means able to be wounded. അടിച്ചപ്പം നിന്ന് കൊടുത്ത് അടിച്ചു കുഴപ്പമില്ല.
കാരണം ഞാൻ അങ്ങനെ ഡിസൈനിൽ വന്നേക്കാം. ഞാൻ പറഞ്ഞത് ദിസ് ഇസ് എ വെരി ബിഗ് ജേർണി. നമ്മൾ ഒരുപാട് സത്യങ്ങൾ പഠിക്കാൻ പോവാ. When you see Jesus, you are going to be changed. കാരണം ഇൻകാർണേഷൻ നിന്റെ ഒറിജിനൽ ഡിസൈൻ ആണ്. കർത്താവിനെ ഒന്ന് ഉറക്ക സ്തോത്രം ചെയ്ത് ഒരേ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞ് വേഗം കയറാൻ പോകും. സമയം ഞാൻ എന്തിനാണ് ഇത്രയും താമസിക്കുന്നത്? 4:30 തുടങ്ങേണ്ട യോഗമാണിത്. 5 മണിക്കാണ് തുടങ്ങിയത്. 6 മണിക്കാണ് ചില പുള്ളികൾ ഇവിടെ എത്തിയത്. എന്നിട്ട് 7 മണിക്ക് പോകാനിരിക്കുക. 8 മണിക്ക് നിന്നെ വിടത്തുള്ളൂ. Listen, this is very important. Jesus was baby. യേശു ആരാണ്? കുഞ്ഞു വാവ അമ്മയുടെ കയ്യിലിരിക്കുക. മറിയമ്മ ഇങ്ങനെ തോളെ വെച്ചു, താഴെ വെച്ച ഉറുമ്പരിക്കും, തല വെച്ച പേനരിക്കും വെച്ച് കൊണ്ടു നടക്കുക. അന്നേരമാണ് ഹെരോദ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താ ഹെരോദ കൽപ്പന പുറപ്പെടുവിച്ചേ? 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും ബേത്ലഹേമിന്റെ അതിരോളം എല്ലാത്തിനും കൊന്നുകളാം. ദൂതൻ ചാടി എവിടെ നിന്ന് ഇറങ്ങി? സ്വർഗത്തിൽ നിന്ന് വെപ്രാളപ്പെട്ട ദൂതൻ വന്നിട്ട് ഇതുപോലെ പേടിച്ചു ശിശുവിനെ എടുത്തോണ്ട് ഒറ്റ ഓണത്തിന് ശ്രമിക്കൂ. ശിശുവിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോകാനാ? മിസ്രൈമിലേക്ക് പോകാൻ കൽപ്പിച്ചു. നിങ്ങളെ ഒന്ന് ചിന്തിച്ചേ. ആരാ അവിടെ? ദൂതൻ ആരാ? യഹോവയുടെ ദൂതന്റെ പവർ എന്താ? ഒറ്റ രാത്രി ഇറങ്ങി ഒരു മിനുക്കിയ 1,85,000 താഴെ ഫ്ലാറ്റ് ആവും. അത്ര വലിയ പുള്ളി വന്നിട്ട് ജോസപ്പേ എടുക്കടാ, കൊല്ലാൻ നോക്കുന്നടാ. ജോസഫ് മര്യാദക്കാരനായതുകൊണ്ട് ദൂതൻ പറഞ്ഞ കേട്ട്. ഞാനതേ പറഞ്ഞേ, എന്തുവാടാ ദൂതായത്? ആരാ ഈ ബേബി? സൺ ഓഫ് ഗോഡ് എന്നല്ലൂടാ പറഞ്ഞത്. അത്യുന്നതന്റെ പുത്രൻ എന്നല്ലൂടാ പറഞ്ഞത്. ഇനി അത്യുന്നതന്റെ പുത്രന് വേണ്ടി ഈ പുത്രനോടണോ? ആമേ. ഈ സത്യത്തിൽ ദൂതൻ ചെന്ന് എവിടാ പറയണ്ടേ? ഹെരോദാവിന്റെ കഴുത്തെ കയറി പിടിച്ചാ എന്റെ പുത്രനെ കൊല്ലണം എന്നല്ലേ പറയണ്ടേ? എന്റെ ചെറുക്കൻ ഇന്നത്തെ വിധി ഇവനാണ്. ഇങ്ങനല്ല വാസത്തിൽ പറയണം. അങ്ങനാന്ന് പറഞ്ഞ ദൂതൻ വന്നിട്ട് അയാളെ ശാസിക്കുന്നതിന് വരും യേശുവിനെ എടുത്തോണ്ട്. എന്തിനാ അങ്ങനെ സംഭവിച്ചേ? പറ. മാനവജാതി പാപം ചെയ്തതിന്റെ അന്ന് പോയ ആദ്യത്തെ വികാരം ഭയം. മനുഷ്യൻ എങ്ങനെ ഭയന്നതെന്ന് ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് അനുഭവിച്ചറിഞ്ഞു. യേശുനാഥനെ എടുത്തുകൊണ്ട് ഓടിപ്പോവുക. ഞാൻ അതിന്റെ ഒരു ചരിത്രം മുമ്പ് വായിച്ചപ്പോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നഥനയേലിനെ നോക്കി പണ്ടൊരിക്കൽ കർത്താവ് അതിന് പദം അറിയാമോ? നീ അത്തിയുടെ ചോട്ടിലിരുന്നപ്പോ ഞാൻ നിന്നെ കണ്ടു. അതിന് പഴയ ഒരു ഏൻഷ്യന്റ് ഒരു കമന്ററിക്കാരനെ കൊടുത്തേക്കുന്ന ഒരു കമന്ററി ഇങ്ങനെയാണ്. അന്ന് ഹെരോദാവിന്റെ വാക്ക് കേട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുമ്പോ നഥനയേലിന്റെ അമ്മ കുഞ്ഞിനെ കൊല്ലാതിരിക്കാൻ ഏതോ ഒരു അത്തി കീഴ് കൊണ്ടുവന്ന് തൊട്ടികെട്ടി തൂക്കിയിട്ടേക്കുക. അത്തിയലയുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചെന്ന് കൊച്ചിനെ കൊല്ലാതിരിക്കാൻ. വിശികാതമ്പുരൻ ആ വഴി പോയപ്പോ ആകാശവും ഭൂമിയും പടച്ചവന്റെ പുത്രൻ അത്തിക്കീഴിൽ ഇരിക്കുന്ന നഥനയേലിനെ കണ്ടു. മനസ്സിലാണോ ഞാൻ പറഞ്ഞത്? അത് കേട്ടിട്ട് ഇവൻ അതിശയിച്ചെന്ന. അത്തിയുടെ ചോട്ടിരിക്കുന്ന കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ അതിശയിക്കേണ്ട ആവശ്യം എന്താ? ഒരുപക്ഷെ ഇവന്റെ അമ്മ പറഞ്ഞു കൊടുത്തോണം, പണ്ട് അവന്റെ കയ്യിൽപ്പെടാതെ നിന്നെ അത്തിച്ചോട്ടിക്കൊണ്ട് ഞാൻ ഒളിപ്പിച്ചതായ കഥ. ഒരുപക്ഷെ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോ മറിയയുടെ കയ്യിൽ നിന്ന് ശിശു വളർന്നു വന്നിട്ട് വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ ആ വഴി പാസ് ചെയ്തപ്പോ നീ അവിടെ മറഞ്ഞിരിക്കുകയായിരുന്നു. ഇൻകാർണേഷൻ. എല്ലാവരും ഷൗട്ട് ചെയ്ത് പറ, എന്റെ ഒറിജിനൽ ഡിസൈൻ യേശുവാണ്. ഈ ഒറ്റ മെസ്സേജ് മതി നിന്റെ ജീവിതം മാറാൻ. നിന്റെ ഒറിജിനൽ ഡിസൈൻ യേശുവാണ്. എത്ര പേർക്ക് അങ്ങനെ അങ്ങോട്ട് ഫംഗ്ഷൻ ആകാൻ ആഗ്രഹമുണ്ട്? റെവലേഷൻ നിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണമാണ്. ഹല്ലേലൂയ. അവന്റെ ജഡാവതാരം എന്റെ ട്രൂ എന്റെ ട്രൂ ഐഡന്റിറ്റിയെ റെസ്റ്റോർ ചെയ്യാൻ. This is a message.
I will continue this message in the last അടുത്ത ആഴ്ചയിലേക്ക് അടുത്ത ആഴ്ചയിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാൻ ഇത് പറഞ്ഞിപ്പോൾ അത് നിർത്തുകയാണ്. എല്ലാവരും എന്നോട് ചേർന്ന് വന്ന് അവനെ കൈക്കൊള്ളണം. ഉറക്കെ പറ. എത്ര പേർക്ക് യേശുവിനെ കൈക്കൊള്ളാനാണ്? കൈക്കൊള്ളുന്ന പറഞ്ഞാൽ അവനുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യമുണ്ട്. കർത്താവിനോട് പറഞ്ഞു, ജീസസ് യു ആർ മൈ ഡിസൈൻ. നിന്റെ രീതിയാണ് എന്റെ രീതി. ഈ രീതിയിലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് എന്നെ സൃഷ്ടിച്ചത്. ലോകവും പിശാചും ഈ കാണുന്നതെല്ലാം കൂടെ ചേർത്തന്റെ ഇമേജ് ഇല്ലാതാക്കി കളഞ്ഞു. ഐ ആം റെസ്റ്റോറിംഗ് ഇറ്റ് ബാക്ക് ലോർഡ്. ദൈവമേ, അതിനെ പുനഃസ്ഥാപിക്കുന്നതിനായി സ്തോത്രം എന്ന് പറയാൻ, അതിനൊന്ന് കൈക്കൊള്ളാൻ. ലംബാനോ, Jesus Christ is my original design. I want to walk in the true identity. Are you happy, people? Jesus Christ came to the world. He died. He died. He died. The Bible says, eat me. Amen. How can I identify with Jesus? ജീസസുമായിട്ട് എനിക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും. ശുശ്രൂഷന്മാർ മുമ്പോട്ട് വന്നു. കർത്തൃമേശക്കുള്ള ശുശ്രൂഷന്മാർ മുമ്പോട്ട് വന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ലിസൺ, ഇഫ് യു ഈറ്റ് ജീസസ്, ജീസസ് became your body. Amen. നീ യേശുവായി മാറുകയാണ്. ആമേൻ. When you eat Jesus, your body became the body of Jesus Christ. This is a direct identification with Christ. We are going to enter into the most holy ministry. ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുക. Jesus Christ. ആരാ? ബാക്കി ആരെങ്കിലും ഉണ്ടോ? Thank you, Jesus. കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചെന്ന് പറയുന്നില്ല, ആ വെളിച്ചത്തിൽ വന്നവർ. എനിക്ക് അപ്പൊ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് സ്വീകരിച്ചു പോയി എന്നൊക്കെയുള്ള നല്ല വിഷയം. കണ്ണ് തുറക്കപ്പെട്ടവർ, നിത്യജീവനിൽ വസിക്കുന്നവർ, വെളിച്ചത്തിൽ നടക്കുന്നവർ, പിതാവിനെ കണ്ടവർ, അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ഫുഡാണ്, ഏറ്റവും ശ്രേഷ്ഠമേറിയതെന്നാണ് യേശു കർത്താവിന്റെ തിരുശരീരം, അവന്റെ തിരുരക്തം. And this is the result of incarnation. This is the final expression of the incarnation. മനുഷ്യാവതാരത്തിന്റെ അവസാനത്തെ പ്രത്യക്ഷത. The bread and the wine. This is the final manifestation of the incarnated Christ. Now you are seeing the incarnated body and the incarnated bread. You can see Jesus Christ in this table. നിങ്ങളെ പാപിയാണെന്ന് വിളിച്ചു പറഞ്ഞ സ്ഥലമല്ല, നിങ്ങളുടെ പാപത്തെ പരിഹരിച്ചതിന്റെ തെളിവായത്. The blood of Jesus Christ declared the death of Christ. യേശുക്രിസ്തുവിന്റെ രക്തം അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അവന്റെ മരണം നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ മരണം അവസാനിക്കും. ഇത് തിന്നുന്നവൻ ഇതുമൂലം ജീവിക്കും. ഇത് വെറും റിച്വൽ അല്ല. ദിസ് ഈസ് നോട്ട് എ റിച്വൽ. മഹാത്മ്യം ഇതിന് അനവധിയുണ്ട്. ഇത് കഴിക്കുന്നവന്റെ അകത്ത് ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, മരണം കാണാത്ത അവസ്ഥയിലേക്ക് അവൻ പോവുകയാണ്. വിശ്വസിച്ച പറ്റത്തുള്ളൂ. മരണത്തിന് തൊടാൻ പറ്റാത്ത ഒരു വലിയ മഹാത്മ്യം ഇതിനകത്തുണ്ട്. ഇത് വെറും ബ്രെഡും വൈനുമാ, പക്ഷെ ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് മിശിഹായുടെ ജീവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ, അവന്റെ മഹത്വത്തെ കാണാൻ കണ്ണു തുറക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷയെ സ്വീകരിച്ചവർ, വീണ്ടെടുപ്പിനെ സ്വീകരിച്ചവർ, യേശുവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചവർ,
ഇതിന്റെ പങ്കാളികളാകാൻ പോവുകയാണ്. നമ്മൾ ഇതിനെ ഭക്ഷിക്കാൻ പോവുക. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം. This is the body of Christ. I cannot see this as a bread. This is the body of Christ. Everybody said, this is the body of Christ. This is the body of Christ. I know when I pray I bless. ഇതിന്റെ സബ്സ്റ്റൻസിന് മാറ്റം വരൂല. ഇത് ബ്രെഡ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ you are going to eat the body of Christ. This is the body of Christ, broken for you. This is the blood of Jesus Christ. നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളുടെ മരണത്തെ ജീവനാക്കി മാറ്റിയ മിശിഹായുടെ പുണ്യാഹാരം. ഇതിനകത്തൊരു ജീവൻ വ്യാപരിക്കാൻ പോകും. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എടുത്ത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ അഴിഞ്ഞു മാറിപ്പോകും. നിങ്ങളുടെ മുമ്പിലെ മരണം ജീവനായി മാറും. ഒരു ഇരട്ടി ശക്തി, ഒരു ആരോഗ്യ യേശുവിന്റെ അകത്ത് വരാൻ പോകും. പാപത്തെ ജയിക്കാൻ, പിശാചിനെ ജയിക്കാൻ, രോഗത്തെ ജയിക്കാൻ, ശാപത്തെ ജയിക്കാൻ ഇത് നിനക്ക് ശക്തി വരും. കാരണം this is not a ritual. This is a reality. We believe this is a culture. This is a culture of the immortal people of immortality. This is our food. ഇത് ആചരിക്കാനുള്ളതല്ല, ഇത് ഭക്ഷിക്കാനുള്ളതാണ്. ഇത് ആചാരമല്ല, ഇത് ഭക്ഷണമാണ്. ക്രിസ്തുവും നീയും ചേർന്ന് കഴിക്കുന്ന അത്താഴം. ക്രിസ്തുവിനെ തിന്നുക. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ പോവാ. ബ്രെഡും വീഞ്ഞും കുടിക്കുന്ന കഥയല്ലിത്. യേശുവിനെ ഭക്ഷിച്ച് യേശുവിന്റെ രക്തം കുടിക്കുന്ന, യേശുവിനെ ഉള്ളിലാക്കുന്ന, അവന്റെ സ്വരൂപത്തോടെ താതാത്മ്യരാകുന്ന, അവന്റെ ജീവന്റെ പങ്കാളിയായി മാറുന്ന അതിമഹത്തായ ഒരു ശുശ്രൂഷ. റെഡി ആയിക്കോ. യേശുവിനെ മഹത്വം കൊടുത്തല്ലോ. യേശുവിന് മഹത്വം കൊടുത്തു. താങ്ക് യു ജീസസ്. Crushing me